മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി എന്നോണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ വെളിയിലും അതുപോലെ തന്നെ വൃദ്ധസദനത്തിലും തള്ളപ്പെടുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഏകദേശം 590-ലേറെ വൃദ്ധസദനങ്ങൾ സർക്കാരിന്റെ അധീനത്തിൽ മാത്രം ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അനേകം സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന വൃദ്ധസദനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ചില മക്കൾക്കൊക്കെ ഒരു അധികപ്പറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരം മക്കളെ കർശനമായി നിയമപരമായിട്ട് ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ടെങ്കിൽ തന്നെ, പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം ഇത്തരം നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുന്നത് കൊണ്ടാണ് ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുത്താൽ മാത്രമേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറക്കാൻ പറ്റൂ.